ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വിന്താലു ആണ്. വളരെ ഈസിയാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് പെട്ടെന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു ഏലക്ക, പിന്നെ 10 കുരുമുളക്, അതുപോലെ 8 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കടുകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. അതിൻ്റെ പച്ചമണം മറന്നവരൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 12 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച് നമ്മുടെ മല്ലിയുടെ ആ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് ഇടുമ്പോൾ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനിഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമുക്കത് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി. സവാള നന്നായിട്ട് വഴണ്ട് വന്നാൽ നമ്മുടെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചിക്കനാണ്. ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് വേണ്ടത്. ബോൺലെസ് എടുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമ്മൾക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ ചിക്കൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറിയിട്ട് വൈറ്റ് കളറാവും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നമുക്കൊരു 3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ട് നല്ലൊരു വൈറ്റ് കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. അതിനുശേഷം ഞാൻ 2 തക്കാളി ഇതുപോലെ മിക്സിയിലിട്ട് അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ടൈമൊക്കെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മുടെ പേസ്റ്റാണ്. മല്ലിയുടെ ഒക്കെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളം ചേർക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി എത്ര വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് തിക്കായിട്ട് ഇരിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു 15 മിനിറ്റോളം നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കൂടി ആയാൽ നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വിന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി ഉടനെ കഴിക്കാതെ ഒന്നുകിൽ രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഉച്ചക്കത്തെ ചോറിന് കഴിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ കൂടുതൽ ടേസ്റ്റ് നമ്മൾ കുറച്ചുകൂടി ടൈം എടുത്തിട്ട് കഴിക്കുമ്പോഴായിരിക്കും. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വിന്താലു എല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് മറക്കാതെ ഫീഡ്ബാക്കും അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.